ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ട്രാവലാണ്. ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്തോട്ട് പോവാണ്. ഒരു ട്രിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ട്രിപ്പാണ് പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ട്രിപ്പാണ്. എവിടെ പോണതിനെക്കാട്ടും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്കുള്ളൊരു ട്രാവൽ കൂടിയാണ്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗാക്കണം. കാരണം ഇത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന വ്ളോഗ്സ് കുറച്ച് അങ്ങനെ എടുക്കാറില്ല. കാരണം നമുക്ക് ആ ട്രാവൽ അങ്ങോട്ട് കംപ്ലീറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത് എനിക്കൊന്നാമത് തീരെ ഇഷ്ടമല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും. ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഇതിൽ പോവല്ലേ നമ്മൾ, എനിക്കത് ഒട്ടും പറ്റില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ട്രാവൽസ് ലൈക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഭയങ്കര ടയേർഡായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഇത് എനിക്ക് എന്തായാലും ഒരു വ്ളോഗാക്കണം എന്നുണ്ടായിരുന്നു. സോ എന്തായാലും എന്താണ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം കുറച്ചധികം ലഗേജസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ കാറിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിച്ചു ആണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലെത്തണം. സാധാരണ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു വെപ്രാളായിരിക്കും കേട്ടോ. നമുക്ക് സമാധാനമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതേപോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര റഷ് ചെയ്തിട്ടാണ് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ ഫ്ലൈറ്റ് ടൈം 2 മണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് എത്തി. ഐറു ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐറുവിന് ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ വലുതായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയൊന്നും ചെയ്യാറില്ല. എയർപോർട്ടിലെത്തി. ഇവിടെ ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ബോർഡിംഗ് ഒക്കെ എപ്പോഴാണ് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്രയും ബാഗുകളാണ് നമ്മളെടുത്തുള്ളത് കേട്ടോ. 3 ബാഗ്, അതിൻ്റെ ഉള്ളിൽ വേറെ ബാഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഓരോന്നായിട്ട് അപ്ഡേറ്റ്. ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങൾ പേരൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗേറ്റിൽ. അപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലാൻഡ് ചെയ്തപ്പം കുറച്ച് വീഡിയോസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയപ്പം 7 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴും നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് നന്നായിട്ട് ഇരുടാവാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് നമ്മളെ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഊബറിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആളെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വെയിറ്റിംഗ് ഫോർ ഊബർ. ഇനി നേരെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്കാണ് പോണത്. ഭയങ്കര ടയേർഡായിട്ടാണ് ഉള്ളത്. എന്താ പറയുക, ഭയങ്കര ചെക്കിങ് ആണ് കേട്ടോ ഇവിടെ. സൂറത്തിൽ വന്നിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചെക്കിങ് ആയിരുന്നു. എവിടുന്ന് വന്നു, എന്തിനു വന്നു, നമുക്ക് എന്താണ് ജോലി, ദുബായിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് പേരുടെ ബാഗും ലഗേജും ഒക്കെ ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ചെക്കിങ് ഒക്കെ ആയിരുന്നു. പിന്നെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. 2 പ്രാവശ്യം നമ്മളെ ബാഗ് ചെക്ക് ചെയ്തിട്ടേ വിടുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്തു. കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ ഭയങ്കര ടയർഡാണ്. പോയിട്ട് എങ്ങനെയൊന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിട്ട്. ഊബർ ക്യാബ് നിൽക്കുന്ന സ്ഥലം വേറെ തന്നെയാണ് കേട്ടോ. അതായത് എയർപോർട്ടിനുള്ളിലേക്ക് അലൗ ചെയ്യില്ല തോന്നുന്നു. അതുകൊണ്ട് തന്നെ എയർപോർട്ട് ഭയങ്കര കാലിയായിട്ടുള്ള പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എയർപോർട്ടിന് പുറത്ത്, ഉള്ളിലല്ല, പുറത്ത് ഭയങ്കര കാലിയായിട്ടുള്ള പോലെ ഉണ്ട്. കോഴിക്കോട് എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കുമല്ലോ. അവർ അറൈവലിൻ്റെ സ്ഥലത്തൊക്കെ ഭയങ്കര ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഭയങ്കര റഷ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഭയങ്കര കാലിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഊബർ ഒലി ക്യാബൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു ആറോ വെച്ചിട്ടുണ്ട്. നമ്മൾ എയർപോർട്ട് എവിടെയാണ്, ഈ ഒരു പാത്വേ കൂടെ നമ്മൾ നടന്നിട്ട് അവിടേക്ക് എത്തണം കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിക്കപ്പ് സോൺ എന്ന് പറഞ്ഞിട്ട്. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒലേ അതേപോലെ ഊബർ ഇവിടെ പിക്കപ്പ് ഉണ്ട് കേട്ടോ. അവിടെ എങ്ങനെയാണ് പോണത്. ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. ആ ക്യാബ് നിർത്തിയിട്ട സ്ഥലത്ത് മാത്രം ഭയങ്കര റഷാണ്. ഇവിടെ ബസ് സർവീസ് എന്ന് തോന്നുന്നു. ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. ടാക്സി അറൈവ് ആയിട്ടുണ്ട്. ലഗേജസൊക്കെ വയ്ക്കാം വേണ്ടി പറ്റിയിട്ടില്ല. കാരണം അതിൽ ലഗേജ് സ്പേസ് ഒട്ടുമില്ല കേട്ടോ. അതായത് ഡിക്കി സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ
പെട്ടിയൊക്കെ തൂക്കി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി കുറച്ചും കൂടി വലിയ കാർ, ഇന്നോവ പോലത്തെ ഏതെങ്കിലും കാർ കിട്ടുകയാണെങ്കിൽ അതിൽ പോകാൻ വിചാരിച്ചിട്ട് അർജു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയിട്ടുണ്ട്. ഇന്നോവ പോലത്തെ കാർ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സൗകര്യമായിട്ട് നമുക്ക് ഒരു 3-4 പെട്ടികളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ഡിക്കി സ്പേസുള്ള വണ്ടി തന്നെ വേണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളിതാ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് അർജു പോയിരിക്കുകയാണ്. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. ഭയങ്കര കോമ്പറ്റീഷനാണ് കേട്ടോ അവിടെ ടാക്സിക്കൊക്കെ. അപ്പോൾ നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തു, എന്നിട്ട് നേരെ പോവാണ്. സാധാരണ ഓലയൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രൈസൊക്കെ കുറഞ്ഞ് കിട്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് ഓല ബുക്ക് ചെയ്തിട്ട് ചെറിയ വണ്ടിയാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹിന്ദി ലാംഗ്വേജ് ഞങ്ങൾക്ക് അത്ര അങ്ങ് പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം നമ്മളെ പറ്റിക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ ഓൺലൈനിൽ പ്രൈസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഇതാണ് പ്രൈസ് എന്ന്. പക്ഷേ കുറച്ച് ഒരു ഡബിൾ ചാർജൊക്കെ നമ്മൾ അവിടുന്ന് വിളിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ഹോട്ടലിലെത്തി. ഇത് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലാണ് കേട്ടോ. ഞങ്ങൾക്ക് പോയി വരാനുള്ള സൗകര്യത്തിനാണ് ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ റൂമിൽ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. റൂമൊക്കെ നോക്കി നല്ല കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ക്യൂട്ട് റൂമായിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു റൂമാണ്, പക്ഷെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്ലീൻ ആയിരുന്നു, നല്ല നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊരു 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു റൂമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് നാളത്തെ ഒരു ചെറിയ പ്ലാനൊക്കെ ഇടണം. അപ്പം ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ താഴത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇവരുടെ തന്നെ ഈ ഹോട്ടലിന് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നാണ് നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ടയർഡായിട്ടാണ് ഉള്ളത്. ആകെ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച ഒരു ഉപ്മാവ് മാത്രമാണ് ഞങ്ങളുടെ വയറ്റിലുള്ളത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാനാണ്. നമുക്ക് ചെറിയൊരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ വേണം. നാളെ എന്തൊക്കെ ചെയ്യണം, നമുക്ക് ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മെനു ഒക്കെ നോക്കട്ടെ. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, ഇവിടെ തന്നെയാണ്. പിന്നെ ഇവരുടെ തന്നെ 2-3 സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നാളെ രാവിലെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ അതാണ് ഇത്രയും നേരത്തെ ഞങ്ങൾ അപ്ഡേറ്റ്. സർവീസിനെ പറ്റി പറഞ്ഞേ മതിയാവുള്ളൂ. നമ്മൾ വിളിച്ച അപ്പം തന്നെ ആളിവിടെ എത്തും കേട്ടോ. വിളിച്ചപ്പോൾ പുറത്തുനിന്ന് ബെല്ലടിക്കുന്നത് കേൾക്കാം. അത്രയും ഭയങ്കര സ്പീഡായിട്ടുള്ള സർവീസാണ്. പിന്നെ അവർക്ക് ഇംഗ്ലീഷ് അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. ഹിന്ദി എന്തായാലും പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നമ്മൾ ടാക്സിക്ക് വന്നപ്പോഴൊക്കെ അവർക്കൊക്കെ ഹിന്ദി അറിയുള്ളൂ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് അത്ര അടിപൊളിയല്ല. ഹിന്ദി കേട്ടാൽ നമുക്ക് മനസ്സിലായെങ്കിൽ കൂടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ റിസപ്ഷനിലൊക്കെ ഭയങ്കര നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഡേ ആണ്. നമുക്കിനി വഴിയെ അവരുടെ സർവീസ് മോശമാവുമെന്ന് അറിയില്ല. ബട്ട് എന്തായാലും ഇപ്പം അറ്റ് പ്രസൻറ്റ് നല്ല അടിപൊളി സർവീസാണ്. നമ്മൾ എന്ത് വിളിച്ചാലും നമുക്ക് അപ്പം തന്നെ കൊണ്ടുവരാനും അതേപോലെ നമുക്ക് എന്ത് കംപ്ലയിൻറ്റ് ചെയ്താലൊക്കെ. ഇപ്പോൾ ലൈൻ ഫോൺ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ അവർ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. സോ ആസ് ഇഫ് നൗ അടിപൊളിയാണ് എല്ലാം. നമുക്ക് വഴിയെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തെങ്കിലും കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ബ്രൗഷറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഹോട്ടലിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു ഇവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ലാൻഡ് ഫോൺ നന്നാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. നല്ല വിശന്ന് വലഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിനായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുറേ ഡിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഭയങ്കര ചെറിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്പെഷ്യലല്ല, ഇത് ബ്രെഡും ഓംലേറ്റും ആയിരുന്നു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.